നമസ്കാരം. വികസനത്തിൻ്റെ ക്ഷീരമുള്ളൊരകിടിലും രാഷ്ട്രീയത്തിൻ്റെ ചോര തന്നെ അവർക്ക് കൗതുകം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിൽ യഥാർത്ഥത്തിൽ നങ്കൂരമിട്ടത് രാഷ്ട്രീയം തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ മന്ത്രി VN വാസവനുമെല്ലാം ഇക്കാര്യത്തിൽ മത്സരിച്ച് പങ്കെടുത്തു. ബ്രിട്ടീഷ് ഹാർബർ എഞ്ചിനീയറായ റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിയിലെ ആധുനിക തുറമുഖത്തിൻ്റെ ശില്പിയായി കരുതപ്പെടുന്നത്. ഇന്നലെ കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യഥാർത്ഥ ശില്പി ആരെന്നറിയാമോ? PSC പരീക്ഷയ്ക്കോ മറ്റോ ചോദിച്ചാൽ തെറ്റാതെ എഴുതിക്കൊള്ളണം. അറിയില്ല ഇല്ലേ? തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞു തരും ശില്പി ആരെന്ന്. ഈ ചരിത്ര നിമിഷത്തിൽ കൂടുതൽ ദീർഘമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി, കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിന്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. എങ്ങനെ അളിനാതൊന്നുകൂടി പറഞ്ഞേ. ഏത് ഇപ്പൊ പറഞ്ഞില്ലേ? കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിന്റെ ശില്പി. ഹോ, മനോഹരം, ഗംഭീരം. അങ്ങനെ നമ്മൾ ഇതും നേടി. 1996 LDF സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. ഇതൊക്കെ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയല്ലേ? ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ ഏജൻസിയോട് അത് പഠിക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നീട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ചരിത്രം അറിയോ? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. ശില്പി ആരെന്ന പ്രശ്നത്തിൽ തീരുമാനമായല്ലോ. ഇനി അടുത്ത ചോദ്യം, വിഴിഞ്ഞം എന്ന കുഞ്ഞിൻ്റെ യഥാർത്ഥ തന്തയാര്? ആരാൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം അവകാശപ്പെട്ട് പലരും വരുന്നുണ്ട്. മുട്ടൻ തർക്കവും അതിൻ്റെ പേരിലുണ്ട്. ഒരു DNA ടെസ്റ്റ് തന്നെ അതിന് വേണ്ടിവരും. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് ഉമ്മൻചാണ്ടിയുടെ ചൈൽഡാണ്, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണിത്. അതിനെ ലാളിച്ച് വളർത്തി എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ കഴിയുന്നത്. നമ്മുടെ കുഞ്ഞ് ഒന്ന് കാണാനാണ് ഓടി വന്നത്. പിതൃത്വത്തിനൊന്നും കാര്യമില്ല. അങ്ങനെ നായനാർക്കാവുണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ പിതൃത്വം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നായനാർക്കാണ്. കാരണം അദ്ദേഹമാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. ഇത് LDFന്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞങ്ങളുടെ അവകാശവാദമല്ല. ഞങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും K കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല. പക്ഷെ സാറൊന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ഞങ്ങളിപ്പോൾ ഇന്നയാൾക്ക് കൊടുക്കണം ഇന്നയാൾക്ക് കൊടുക്കേണ്ട പറയുന്നില്ല. ഇത് പ്രാവർത്തികമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതിന്റെ മുഖ്യമന്ത്രി സഖാവ് നായനാരുടെ സഖാവ് പിണറായിയുടെയും ഉറച്ച നിലപാടിന്റെ ഫലമായിട്ടാണ്. അത് കേരളത്തിലെ ജനങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്തൊരച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. ഈ പദ്ധതിക്കെതിരെ CPM ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. എന്നിട്ടും നിശ്ചയദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് UDF ഗവൺമെൻറ് കാലത്താണ്. പക്ഷേ എനിക്ക് എൻ്റെ മോളെ വേണം. മോളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ. അത് ശരിയാവത്തില്ല സാറേ. അത് UDFകാർ പറയുന്നത് അത് തടസ്സലായ പാടില്ല എന്നല്ലേ പറഞ്ഞത്. ഇതൊരു ഇഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അസംബന്ധം പറയുകയാണ്. അസംബന്ധം പറയുന്നതിനൊന്നും ഒരു തരത്തിലുള്ള പ്രയാസവും അവർക്കൊന്നുമില്ല. ഇതാ കാര്യം. കൊച്ചങ്ങേരുടെ അല്ല സാറേ. അന്നത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാൾ തന്നെയാണ്. അത് നമ്മൾ നിഷേധിക്കുന്നതിൽ കാര്യമില്ല. അന്ന് എതിർത്ത ആളുകൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. ശരി, കല്ലിട്ടത് ഉമ്മൻചാണ്ടി തന്നെ സമ്മതിച്ചു. എന്നാൽ കല്ലിട്ടാൽ എല്ലാം ആവുമോ? കപ്പൽ ഓടണമല്ലോ. എന്നാൽ കപ്പലോട്ടാൻ വന്ന നാവികൻ ആര്?
എന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ, അത് നമ്മൾ കാണണമല്ലോ. ഇതെല്ലാവർക്കും അറിയാലോ, കല്ല് മാത്രമല്ലല്ലോ ഇട്ട്. കേന്ദ്ര അനുമതി വാങ്ങിച്ച്, പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു, അതിൻ്റെ എഗ്രിമെൻ്റ് മുഴുവൻ തയ്യാറാക്കി, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിടുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത്? ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. കടൽ കൊള്ളയാണ്, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ പോണെന്ന്. ഒരു കണ്ണീര് വീണില്ലല്ലോ, ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിനെ കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയം അനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾക്കാകെയുള്ളത്. അടുത്തുള്ള വീട്ടിലെ കാര്യത്തിന്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. ഇത് മാത്രം പണിത് വെച്ചാൽ പോരാ. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത്. അതിനുവേണ്ടി ഒന്നും ചെറുവിരൽ അനക്കിയിട്ടില്ല. വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികണം. അതോർത്ത് തീ വിഷമിക്കേണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ക്രെഡിറ്റ് തർക്കത്തിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞത് കറക്റ്റ്. ക്രെഡിറ്റ് എല്ലാവരും കൂടി എടുത്തോളൂ, നമുക്ക് പദ്ധതികൾ നടപ്പിലായാൽ മതി. പ്രതിപക്ഷ നേതാവ് കൂടി ആ വേദിയിൽ ഇന്നലെ ഉണ്ടാകേണ്ടതായിരുന്നു. വി.ഡി. സതീശന് കത്തയച്ചൊന്നും ഇല്ലെന്നും വാദങ്ങളുണ്ട്. ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളി മത്സരത്തിൽ കോൺഗ്രസുകാരുടെ ഒരു കുറവുണ്ടായിരുന്നു. വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് മുമ്പ് വിവാദം നങ്കൂരമിടുന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ. ഞാനല്ല കത്തെഴുതി കൊടുത്തത്. ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. മന്ത്രി ശ്രീ വി.എൻ. വാസവൻ പറഞ്ഞത്, തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവ് വാർഷികാഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും നീ എന്നെ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. ആര് പറഞ്ഞു കല്യാണത്തിന് കാർഡ് അയച്ചല്ലോ? ആര് പറഞ്ഞു കാർഡ് അയച്ചെന്ന്? എനിക്ക് കിട്ടിയില്ലല്ലോ, മോശമായി പോയി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പരിപാടിയുടെ ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി. അതിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വരും. ആത്മാർത്ഥതയുള്ള സുഹൃത്താണെങ്കിൽ വരും. ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കുന്നത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയസിലിരിക്കണം, ആരെയൊക്കെ പ്രസംഗിപ്പിക്കും, എത്ര പേരിരുത്തും എന്നൊക്കെ തീരുമാനിക്കുന്നവരാണ്. നീ പിണങ്ങല്ലേ? പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. അത് തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്തയച്ചേക്കുന്നത്. തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ്. അപ്പൊ എങ്ങനെയാ തലേ ദിവസത്തെ ഡേറ്റ് ഈ ഇന്നലെ തന്ന കത്തിലുണ്ടാകുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. എല്ലാവർക്കും MP-മാർക്ക്, എല്ലാവർക്കും MLA-മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത്. ആ കത്തില് ഞാൻ എങ്ങോട്ട് ചെല്ലണമെന്നാണ് ഇന്ന് മനസ്സിലായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതിരുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അദ്ദേഹത്തിന് അയച്ച കത്ത് ശ്രീ സതീശൻ എനിക്ക് അയച്ചു തന്നു. ആ കത്തിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, ഒരു ക്ഷണക്കത്ത് മാത്രമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല. ആ കാര്യം ഞങ്ങൾ
കൂടിയാലോചിച്ച് തീരുമാനിക്കും. തറ വേലയാണ് താൻ ഇറക്കിയിരിക്കുന്നത്. കഥയില് താൻ നായകൻ, ഞാൻ വില്ലേ. തറ വേല എക്സ്പെക്ട് ചെയ്യണം. ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു കത്തയച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിഭവമില്ല, പരാതിയില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. ചെറിയൊരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസാരിക്കാനുള്ള അവസരം പ്രതിപക്ഷ നേതാവിന് കിട്ടുക ഒരുപക്ഷെ എളുപ്പമല്ല. ക്രെയിനുകളെ സ്വീകരിച്ച മുൻ ചടങ്ങിൽ പക്ഷെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതാണ് കൂടുതൽ കുഴപ്പമായത്. വ്യക്തിവിരോധമല്ല. അന്ന് ആദ്യത്തെ യോഗത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തവും മറ്റു കാര്യങ്ങളും വിശദമായി സൂചിപ്പിച്ചു. അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഈ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് നടത്തുന്നതാണ് എന്ന ആരോപണത്തിന്റെ കുന്തമുന നെഞ്ചിൽ തറച്ചപ്പോഴും പതറാതെ, പിന്തിരിഞ്ഞോടാതെ, തളർന്നു പോകാതെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കും എന്ന് ധീരമായ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു എന്ന് വരുത്തി, എന്നാൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അതിന് കാരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ പൈതൃകം, പിതൃത്വം ആർക്കാണ് എന്നവിടെ പറഞ്ഞതാണ് കാരണം. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്നും മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയം പറയാൻ തന്നെ ചടങ്ങ് വിനിയോഗിച്ചു. ഗുജറാത്തി കൂടിയായ നൻപൻ ഗൗതം അദാനിയെ മന്ത്രി വാസവൻ പാർട്ട്ണർ എന്ന് വിളിച്ചതാണ് പ്രധാനമന്ത്രിയെ കോരിത്തെറിപ്പിച്ചത്. അതും ചങ്ങാത്ത മുതലാളിത്തത്തെക്കുറിച്ച് വാചാലരാകുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ഒരു മന്ത്രി. ഐ ഹാർട്ട്ലി വെൽക്കം റെസ്പെക്ടഡ് ഗൗതം അദാനി അവർ പാർട്ട്ണർ. റെസ്പെക്ടഡ് ഗൗതം അദാനി അവർ പാർട്ട്ണർ. മതി, ഇത് ധാരാളം മതി. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അതല്ല, മലയാളത്തിൽ എന്തുവാ? कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. ഞാൻ ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പാർട്ട്ണർ, നിന്റെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മാനേജർ. എന്താ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, വാസവൻ എന്താ ഉദ്ദേശിച്ചത് പാർട്ട്ണർ എന്നതിലും എനിക്കറിയില്ല. അപ്പോൾ അവർ പൈസ മുടക്കി, ഇത്ര പൈസ മുടക്കി ഇത്രോളം നിന്നപ്പോൾ അവർ നിശ്ചയമായി ഇപ്പം നമ്മുടെ പാർട്ട്ണറാണ്. ആ അർത്ഥത്തിൽ മാത്രമേ അതിനെ എടുത്താൽ മതി. അതിനെ മറ്റു രൂപത്തിലേക്ക് അദ്ദേഹം നർമ്മം കലർന്ന ഭാഷയിൽ കണ്ട രൂപമല്ല സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ചങ്ങാളിത്ത മുതലാളിത്തത്തോടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശിങ്കിടി മുതലാളിത്തത്തോടോ ഒന്നും ഒരു യോജിപ്പുമില്ല. ഇയാൾ പാർട്ട്ണർ എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതോ വെറും വർക്കിംഗ് പാർട്ട്ണർ മാത്രമോ? വർക്കിംഗ് പാർട്ട്ണർ, പിന്നെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് കുറച്ചുണ്ട്. പാർലമെന്റിൽ ഉൾപ്പെടെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, നരേന്ദ്രമോദി അദാനിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അദാനിയെ ശക്തമായിട്ട് വിമർശിക്കുന്ന ആളുകൾ അദാനിയുടെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വികസനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കാൻ ഒരു പ്രത്യയശാസ്ത്രത്തിനും സാധ്യമല്ല എന്നുള്ളതിൻ്റെ തെളിവ്. മന്ത്രി വാസവൻ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയനായിരിക്കുകയാണ്. പിരിയാൻ നേരവും പ്രധാനമന്ത്രി വാസവനോട് കുശലം പറയുന്നുണ്ടായിരുന്നു. എന്താണാവോ പ്രധാനമന്ത്രി രഹസ്യം പറഞ്ഞത്? അദ്ദേഹം സൗഹൃദം ആദ്യം വന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തിയ ഘട്ടത്തിലും അദ്ദേഹത്തിനോട് സൗഹൃദം പങ്കിട്ടു. മിക്കവാറും അദ്ദേഹം അന്നേരം സൂചിപ്പിച്ചത് ധാരാളം പ്രാവശ്യം ടി വിയിൽ കാണാറുണ്ട്, അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ചങ്ങായി പ്രധാനമന്ത്രി ഉള്ളിടത്തോളം രാജ്യത്തെ ചില മുതലാളിമാർ ഒന്നുകൊണ്ടുമേ പേടിക്കേണ്ടതില്ല. ഇതിനിടയിൽ ഡൽഹിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു കുത്തുകൊടുക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെ നെടും തൂണായ പിണറായിയും ശശി തരൂരും ഇരിക്കുന്ന ഈ ചടങ്ങ് മറ്റു ചിലരുടെ ഉറക്കം കെടുത്തും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അദാനി വിരോധമുള്ള അങ്ങ് ഡൽഹിയിലുള്ള ചിലരെ ഉദ്ദേശിച്ചാണ്.
നമ്മുടെ പരിഭാഷകനാകട്ടെ അത് മനസ്സിലായതുമില്ല. പരിഭാഷകന് മനസ്സിലായില്ലെങ്കിലും എത്തേണ്ടതിടത്ത് സന്ദേശം എത്തുമെന്നും പ്രധാനമന്ത്രി താങ്ങി. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിന്റെ ഒക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ്. ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാണ്. ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല. എന്തായാലും ആ ട്രാൻസ്ലേറ്റർ ശരിയായ രീതിയിൽ പറയാത്തത് പ്രധാനമന്ത്രിക്ക് രക്ഷയായി. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. മെസ്സേജ് ചലാ ഗയാ ജഹാ जा रहा था.